ഹായ് വെൽക്കം ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. ഓക്കെ, ഇന്ന് മറ്റൊരു വീഡിയോ ലെസൺ നമുക്കിവിടെ പരിചയപ്പെടാം. ഹായ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി കാണാൻ പറ്റുക. ചാറ്റ് ജി പി ടി ഇതുപോലെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ചാറ്റ് ജി പി ടിയുടെ ഇൻസൈഡാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ചാറ്റ് ജി പി ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് നമുക്ക് ചാറ്റ് ജി പി ടി എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു 5 പോയിന്റ് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോറി എഴുതണം, അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇംഗ്ലീഷ് കണ്ടന്റ് വേണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫൈൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു റെസ്യൂമേ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിനൊക്കെ വേണ്ട കോഡിങ് ചെയ്യണം. അങ്ങനെ പല 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 ആവശ്യങ്ങൾക്ക് ചാറ്റ് ജി പി ടി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ചാറ്റ് ജി പി ടിയുടെ ഈസി ആയിട്ട് നമ്മളൊരു സ്റ്റോറി ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിഡ് സ്റ്റോറി, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, സ്മോൾ സ്റ്റോറി ഓഫ് എന്താണ് വില്ലേജ്, ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റോറി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ചാറ്റ് ജി പി ടിയുടെ അടുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതുപോലെ ചെറിയ ചെറിയ പ്രോംപ്റ്റ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചാറ്റ് ജി പി ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി ഇങ്ങനെ ഒരുപാട് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളും, അതുപോലെ തന്നെ നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള കണ്ടന്റുകളും, അങ്ങനെ പല ടൈപ്സ് ഓഫ് കണ്ടന്റുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ പല ആവശ്യങ്ങൾക്കും ചാറ്റ് ജി പി ടി നമുക്ക് ഉപയോഗിക്കാം. ഇത് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടും ഉപയോഗിക്കാം, നമുക്ക് വളരെ പ്രൊഫഷണലായിട്ടും ഇതിനെ ഉപയോഗിക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെ സ്റ്റോറി, ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു ഓഫീസിലേക്കോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾക്കോ എന്താവശ്യം ഉണ്ടെങ്കിലും ചാറ്റ് ജി പി ടി ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ തന്നെയാണ് ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഒരുപാട് ടൈപ്സ് അല്ലെങ്കിൽ പ്രോംപ്റ്റ് ഒക്കെ ചോദിച്ചിട്ട് അതിന് ആൻസേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ്, അതുപോലെ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു റെസ്യൂമേ കണ്ടന്റ് ചോദിച്ചു നോക്കാം അല്ലേ. ഞാൻ മെൻഷൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് റെസ്യൂമേ കണ്ടെന്ന് എനിക്കൊന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് പ്രസ് ചെയ്യാം. ഞാൻ സ്പെസിഫിക് ആയിട്ടൊന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് കോമൺ ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയ ടെംപ്ലേറ്റ് തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ റെസ്യൂമേ ആവശ്യമുണ്ടാവും. ഇനിയിപ്പോൾ അതല്ല, സ്റ്റുഡൻസിനിപ്പോൾ വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇനി ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചാറ്റ് ജി പി ടി ആ കണ്ടന്റും എന്ത് ചെയ്യും, കൊടുക്കും. വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതുപോലെ കൊടുക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ ബ്ലോഗ് ഉണ്ടാക്കണം, അപ്പോൾ വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതാണ് നിങ്ങൾ ടോപ്പിക് എങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് എൻ്റർ ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു നീളനായിട്ടുള്ള കണ്ടന്റ് എന്ത് ചെയ്യും, ചാറ്റ് ജി പി ടി തരും. ഇത് നമ്മൾ എത്ര ടൈം എടുക്കും ഉണ്ടാക്കണം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു 2 മണിക്കൂർ മുതൽ ചിലപ്പോൾ 1-2 ദിവസം വരെ നമുക്ക് പല ടോപ്പിക്കുകൾക്കും വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളൊരു യൂട്യൂബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നല്ല സ്ക്രിപ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടിനോട് ചോദിച്ചാൽ മതി. ചാറ്റ് ജി പി ടി പെട്ടെന്ന് തന്നെ സംഭവം തരും. അപ്പോൾ എന്താ പറയുക, ജസ്റ്റ് ഇപ്പോൾ ഒരു ഫുഡ് സ്ക്രിപ്റ്റ് അബൌട്ട്, പല രീതിയിൽ നമുക്ക് പ്രോംപ്റ്റുകൾ യൂസ് ചെയ്യാം. സ്ക്രിപ്റ്റ് അബൌട്ട് മൈ യൂട്യൂബ് ചാനൽ ഇങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അബൌട്ട് ഹെൽത്തി ഫുഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ മോർണിംഗ് ഹെൽത്തി വർക്കൗട്ട്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പം ഇതാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ആൻസർ എന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഞാൻ ചോദിച്ച സ്ക്രിപ്റ്റ് അബൌട്ട് മൈ യൂട്യൂബ് ചാനൽ, അപ്പോൾ യൂട്യൂബ് ചാനൽ എന്താണെന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം എങ്കിൽ കൂടിയും ചാറ്റ് ജി പി ടി നമുക്കൊരു കണ്ടന്റ് തന്നു അല്ലേ, ഒരു മോഡൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മോഡൽസ് ഒക്കെ തന്നു. ഇനി നമുക്കിതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയാലോ. ഇവിടെ എഡിറ്റ് ബട്ടൺ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സ്ക്രിപ്റ്റ് അബൌട്ട് മൈ ഹെൽത്ത്, ഓക്കെ ഇത് വേണ്ട, നമുക്ക് ഹെൽത്ത്, ഓക്കെ മോർണിംഗ് ഹെൽത്ത് ഫുഡ്സ്, ഇതിനെ കുറിച്ചിട്ടാണ് സ്ക്രിപ്റ്റ് അബൌട്ട് മൈ മോർണിംഗ് ഹെൽത്തി ഫുഡ്. ഓക്കെ, ഹെൽത്തി ഫുഡ്
ഇതാണ് നമ്മുടെ ടോപ്പിക് അല്ലേ. അതൊന്ന് ബ്രാക്കറ്റിലിടാം. ബ്രാക്കറ്റിലിട്ടു സ്ക്രിപ്റ്റ് എന്നിട്ട് ചെറിയതായിട്ടൊന്ന് മാറ്റാം. ഇപ്പോൾ യൂട്യൂബ് സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിലാക്കാം അല്ലേ. ഫോർ മൈ ചാനൽ ഇങ്ങനെ ആക്കിയാലോ. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT എങ്ങനെയാണ് നമുക്ക് ഇനി കണ്ടന്റ് തരുന്നത് നോക്കാം. യെസ്, ChatGPT യൂട്യൂബ് സ്ക്രിപ്റ്റ് ഫോർ മൈ ചാനൽ ആൻഡ് മോർണിംഗ് ഹെൽത്തി ഫുഡ്സ്. ഓക്കെ, നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് എവരിവൺ, വെൽക്കം ടു മോർണിംഗ് ഹെൽത്തി. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് യൂട്യൂബിൽ നമ്മുടെ വീഡിയോയിൽ സംസാരിക്കേണ്ടതെന്നടക്കം ChatGPT നമുക്ക് തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എവരിവൺ, വെൽക്കം ടു മോർണിംഗ് ഹെൽത്തി ഫുഡ്സ്. Your go-to source of a delicious and nutritious breakfast ideas to kickstart your day. I am Anup, and I thrilled to be your host on this exciting journey towards a healthier and happier മോർണിംഗ് റൂട്ടീൻ. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടന്റുകൾ നമുക്ക് എന്ത് ചെയ്യും, അനായാസം ChatGPT ഉണ്ടായി തരും. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാം, എറേഴ്സ് കുറയ്ക്കാം, ഇംഗ്ലീഷിലെ ഗ്രാമർ മിസ്റ്റേക്ക് ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാം. പിന്നെ ഏറ്റവും നമുക്ക് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടതൊന്നുമില്ല, നമുക്കിവിടെ ഈസി ആയിട്ട് കിട്ടും. ഇതിന് ഒറ്റ തവണ ഒന്ന് വായിച്ച് നോക്കി നമ്മൾ സ്ക്രിപ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇനി ഇതുപോലെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലേ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ കുറിച്ച് നമുക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കും. ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുത്ത് നോക്കാം. എങ്ങനെയാണ് നമുക്ക് തരുന്നത് നോക്കാം അല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്കുകൾ വരുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഗ്രാമർലി എന്ന് പറയുന്ന ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എനിക്ക് വളരെ ഈസിയാണ് കേട്ടോ. കാരണം എനിക്ക് ഇതുപോലെ സജഷൻസ് തരും. ഓക്കെ, അപ്പോൾ നിങ്ങളും അത് ട്രൈ ചെയ്യാം. ഗ്രാമർലി എന്ന് പറയുന്നത് നമ്മൾ സ്പീഡിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്പെല്ലിങ്ങും നോക്കാറില്ല. സോ നമുക്കത് ഈസി ആയിട്ട് ഗ്രാമർലി നമുക്ക് എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, ആൽബർട്ട് അബൌട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. ഒരു പഴയ ആളെ കുറിച്ചാണ്, നമുക്ക് എന്തായാലും അറിയില്ല, നമ്മൾ ഗൂഗിളിൽ നിന്ന് നോക്കേണ്ടത് നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. യെസ്, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ChatGPT നമുക്ക് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതും നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഇതുപോലെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 6 month ബിസിനസ് പ്ലാൻ ഫോർ മൈ ട്രാവലിംഗ് ഏജൻസി, ഇങ്ങനെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് സിറ്റിംഗ് ഓൺ ദ ഫൗണ്ടേഷൻ ആൻഡ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ പ്രിഫറൻസസ് ആൻഡ് ദ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പ്. ഇതുപോലെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിലൊക്കെ ChatGPT നല്ല ബിസിനസ് പ്ലാൻസൊക്കെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിനെ പോലെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ല പ്ലാനുകൾ. ഇത് നമ്മൾ എക്സാക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ChatGPT ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ഇന്ന് നമ്മൾ പണ്ടൊക്കെ ഗൂഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ഗൂഗിളിൽ നമുക്ക് ഒരു കീവേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റ കിട്ടും. അതിൽ ഏതാണോ ശരി എന്താണോ ഒന്നും അറിയില്ല, നമ്മൾ വായിച്ചു നോക്കി ഏതാണോ ബെറ്റർ അത് നമ്മൾ എടുക്കാറാണ് സാധാരണ ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും വളരെ യൂസ്ഫുൾ ആണ്. ഇതുപോലുള്ള പല ആവശ്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാം. കുട്ടികൾക്ക് യൂസ് ചെയ്യാം, നോക്കുന്നവർക്ക് യൂസ് ചെയ്യാം, പ്രൊഫഷണലുകൾക്ക് യൂസ് ചെയ്യാം, ബിസിനസ് ഓണേഴ്സിന് യൂസ് ചെയ്യാം, ഹൗസ് വൈഫിന് നല്ല കുക്കിംഗ് റെസിപ്പീസ് നോക്കണമെങ്കിൽ ഇങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് മാത്രമല്ല, ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെതായ ഗ്രോത്തും ഫാസ്റ്റായിട്ട് നിങ്ങൾ മൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ChatGPT അക്കൗണ്ട് ഇന്ന് തന്നെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു മെയിൽ ID മൊബൈൽ നമ്പറും നിർബന്ധമാണ് ഓപ്പൺ ചെയ്യുമ്പോൾ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇന്ന് തന്നെ ChatGPT അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള കണ്ടന്റുകൾ കറക്റ്റ് പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കും
ഇതുപോലെ ലഭിക്കും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ലെസണുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.